അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പോസ്റ്റ്മാൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള റിക്വസ്റ്റ് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് ഓതറൈസേഷൻ, ഏതൊക്കെ രീതിയിൽ നമുക്ക് റിക്വസ്റ്റുകൾ പാസ് ചെയ്യാം എന്നുള്ള കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് എൻവയോൺമെൻറ്റൽ വേരിയബിൾ ഗ്ലോബൽ ഡിക്ലറേഷൻ. ഇത് ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മളിപ്പോൾ ഗെറ്റ് ബ്ലോഗ് എന്നുള്ള API നോക്കിയാൽ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടാണ് ഈ ലിങ്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള API നോക്കിയാൽ നമുക്ക് ഈ ലിങ്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടാണ്. സോ ഇനിയിപ്പോൾ നമ്മൾ ഈ പോർട്ട് അല്ലെങ്കിൽ ഇത് ലൈവായിട്ടാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഓരോരോ ടെസ്റ്റിങ്ങിലും ഈ ലിങ്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കണം. സോ അതൊരു ബുദ്ധിമുട്ടായിട്ട് കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 4 API മാത്രമേ ഉള്ളൂ, പക്ഷേ റിയൽ ടൈമിൽ വരുമ്പോൾ ചിലപ്പോൾ നൂറുകണക്കിന് APIs നമുക്ക് മേ ബി ഉണ്ടാകാം. സോ ആ ടൈമിലെല്ലാം തന്നെ നമ്മൾ ഈ ലിങ്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും, കുറേ ടൈം കൺസ്യൂമിങ് പ്രോസസ്സായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ എൻവയോൺമെൻറ്റൽ വേരിയബിൾ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നേരത്തെ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ വേരിയബിൾ ഞാനിവിടെ കാണിക്കാം. അത് ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. സോ ഇത് ഇവിടെ ഞാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ആ ഒരു URL ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോന്നിനും URL സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടായിരിക്കും. നമുക്കിപ്പോൾ പുതിയ ലൈവിലാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ബേസ് ലിങ്ക് നമുക്ക് മാറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്കിത് ഈ എൻവയോൺമെൻറ്റൽ വേരിയബിളിൽ പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് മാറ്റാനും അതുപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാനും സാധിക്കും. സോ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്കിത് ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മെനുക്കകത്ത് ഇതിൽ ഫസ്റ്റ് വരുന്ന മെനു കളക്ഷനാണ്, അതാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന മെനു ആണ് എൻവയോൺമെൻറ്റ്സ്. സോ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നിരവധി എൻവയോൺമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. സോ അതിനകത്ത് ഞാൻ പുതിയൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ക്രിയേറ്റ് എ ന്യൂ എൻവയോൺമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പുതിയ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ജസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻവയോൺമെൻറ്റ് നെയിം കൊടുത്തു. അതിന് ശേഷം ഇവിടെ വേരിയബിൾ നമുക്ക് നൽകാം. വേരിയബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു, ബ്ലോഗ് URL എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഗ്ലോബൽ വേരിയബിൾ. ഇതാണ് വേരിയബിളായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ വേരിയബിളിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം. ടെസ്റ്റ് URL ആ പേര് കൊടുത്തു. ടൈപ്പ് ഡീഫാൾട്ട് തന്നെ കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ബേസ് ലിങ്ക് നമുക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബേസ് ലിങ്ക് ആയിട്ട് വരുന്നത്. ഇതുവരെ നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇനീഷ്യൽ വാല്യൂയിലും അതുപോലെ തന്നെ കറൻറ്റ് വാല്യൂയിലും നമുക്ക് പേസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഇത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്രാക്കറ്റ് ഇടാം. ഇയർലി ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ അത് വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ മെനുവിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ടെസ്റ്റ് 24 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. അതിന് ശേഷം ഞാനിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വേരിയബിൾ നമുക്കിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആ വേരിയബിൾ ഇവിടെ കാണാൻ സാധിക്കും. അത് നമുക്കിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ കാണുന്നത് നമ്മൾ നേരത്തെ ഈ എൻവയോൺമെൻറ്റൽ വേരിയബിളിൽ നൽകിയിട്ടുള്ള അതേ URL തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് ഓരോരോ നമ്മുടെ ഈ കളക്ഷനകത്തുള്ള ഓരോ APIയിലും നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബ്ലോഗ് URL ആണ്, പക്ഷേ നമ്മുടെ ഇത് ടെസ്റ്റ് URL ആണ്. അത് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു, സേവ് ചെയ്തു. ഇപ്പോൾ നമ്മളിവിടുന്ന് റിക്വസ്റ്റ് നൽകുമ്പോഴും നമുക്ക് സെയിം റിക്വസ്റ്റ് റെസ്പോൺസ് നമുക്ക് ലഭിക്കും. ഇവിടെ എന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ബ്ലോഗ് URL ആണ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് ടെസ്റ്റ് URL ആക്കി മാറ്റാം. ടെസ്റ്റ് URL
URL. റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ എന്തോ ഒരു എറർ വരുന്നുണ്ട്. സോറി, അതായത് നമുക്ക് വരുന്നത് API വരെയാണ്. ഇവിടെ നമ്മൾ API ഇട്ടത് കൊണ്ടാണ് ആ ഒരു URL മാച്ച് ആകാത്തത് കൊണ്ടാണ് എറർ വന്നത്. സോ ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടും. ഓതറൈസേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്, പക്ഷേ ഈ API കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്കൊരു എൻവയോൺമെൻറ്റൽ വേരിയബിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ വേരിയബിൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു API പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൽ 100 കണക്കിന് APIs ഉണ്ടാകും. സോ ഇപ്പോൾ നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തത് നമ്മളെ ലോക്കൽ എൻവയോൺമെൻറ്റിലാണ്. പിന്നീട് നമ്മൾ ഇത് ലൈവ് ടെസ്റ്റിലോ അല്ലെങ്കിൽ ടെസ്റ്റഡ് ലൈവ് എൻവയോൺമെൻറ്റിലോ ഗ്ലോബലി നമ്മൾ ഡൊമൈനാക്കി ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 1 by 1 ആയിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. സോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ അത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പോസ്റ്റ്മാൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. എങ്ങനെയാണ് നമുക്കൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ റിക്വസ്റ്റുകൾ എന്തെല്ലാമാണ് സെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു എൻവയോൺമെൻറ്റൽ വേരിയബിൾ സെറ്റ് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇത് ഒന്ന് എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് API സെക്ഷൻ ആയിരിക്കും. സോ അതിൽ നമുക്ക് API ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ API ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പോസ്റ്റ്മാൻ ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.